സജി മഞ്ഞക്കടമ്പലിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു. PJ ജോസഫുമായി നേതാക്കൾ ചർച്ച നടത്തി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ടോബി, പുലിവാലി പിടിച്ച പോലെയുണ്ടോ? ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ PJ ജോസഫും സംഘവും കാര്യമായ ഇടപെടൽ നടത്തിയില്ല, ചൊറിനുള്ളി സമുദ്രമാക്കി എന്ന രീതിയിലാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പറയൂ വിശദാംശങ്ങൾ. സജി മഞ്ഞക്കടമ്പലിൻ്റെ ലേറ്റസ്റ്റ് തീരുമാനം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ പറഞ്ഞ നമ്മളോട് ആ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഉള്ള ആ ഒരു നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ചെറിയ അതൃപ്തിയുണ്ട്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വേണ്ടിയിരുന്നു, അത് പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു തീർക്കേണ്ടത് ആയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പക്ഷേ അത് പരസ്യമായി പറഞ്ഞ് കൂടുതൽ മുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അനുനയ നീക്കം നടക്കുന്നുണ്ട്. ചില മുതിർന്ന നേതാക്കൾ വഴി സജി മഞ്ഞക്കടമ്പിലുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും രാജി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. PJ ജോസഫുമായി സംസാരിച്ച ചില നേതാക്കൾ സജി മഞ്ഞക്കടമ്പിലുമായി സംസാരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ സജി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കൂടുതൽ പ്രശ്നമാക്കിയിരിക്കുന്നത്. അത് മോൻസ് ജോസഫിനെതിരെയുള്ള ആരോപണമാണ്. മോൻസ് ജോസഫ് എന്ന നേതാവിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം വന്ന ഒരു സാഹചര്യത്തിൽ മോൻസ് ജോസഫും ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. അല്ലാതെ പാർട്ടിയോടുള്ള PJ ജോസഫിനെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും UDF നേതാക്കളെയും ഒന്നും സജി കുറ്റം പറയുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോൻസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു നേതാവിനോടുള്ള എതിർപ്പാണ് സജിയുടെ ഈ രാജിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതിന് എത്രത്തോളം മോൻസ് ജോസഫ് അതിനോടൊപ്പം നിൽക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ജോസഫ് വിഭാഗത്തിൽ അവർക്ക് ആകെയുള്ള ഒരു സീറ്റാണ് കോട്ടയത്ത്. ആ സീറ്റിൽ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. എന്തായാലും സജി LDFിലോട്ടാണോ അതോ BJPയിലോട്ട് പോകുമോ, വീണ്ടും തിരിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് തന്നെ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. എന്തായാലും സജി അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉടൻ തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.